ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന ആൻസി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശിയുടെയും കൊച്ചുമോൻ്റെയും സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. വിലാസിനി ടീച്ചറുടെയും ഗോപുവിൻ്റെയും കഥ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. കഥയിലെ ഗോപു ഏതാണ്ട് എൻ്റെ പ്രായം. വിലാസിനി ടീച്ചർക്ക് സേതുവിൻ്റെ അത്ര പ്രായമില്ലെങ്കിലും സേതുവിൻ്റെ രൂപം പോലത്തെ രൂപമാണ് ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. ഇവിടെ വിലാസിനി ടീച്ചറുടെ ഭർത്താവ് 3 വർഷമായി ഗൾഫിലായതുകൊണ്ട് ടീച്ചർ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അടക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഗോപുവുമായി അത് സംഭവിച്ചത്. 3 വർഷമായി ഭർത്താവിൻ്റെ സാമീപ്യമില്ലാതിരുന്ന വിലാസിനി ടീച്ചർ എന്തൊക്കെയോ ഒരുപാട് ആഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ടാണല്ലോ ഒരു ചെറിയ അവസരം വന്നപ്പോൾ എല്ലാത്തിനും സമ്മതം മൂളിയത്. ദിവാകരച്ചൻ മരിച്ചിട്ട് 5 വർഷമായി. അപ്പോൾ 5 വർഷമായി സേതുവും ഒരാൺതുണയില്ലാതെ ജീവിക്കുന്നു. ടീച്ചറുടെ കൂടെ ടീച്ചറിൻ്റെ ഭർത്താവ് ഇല്ലാതിരുന്നിട്ട് 3 വർഷം. സേതുവിന് 5 വർഷം. അപ്പോൾ വിലാസിനി ടീച്ചറേക്കാൾ ആഗ്രഹം സേതുവിന് കാണില്ലേ? എൻ്റെ ചിന്തകൾ ഇപ്രകാരം കാട് കയറാൻ തുടങ്ങി. സേതുവിൻ്റെ വിളി എത്തി. രാജു, ഊണ് കഴിക്കേണ്ടേ? ദാ എത്തി. ഊണ് കഴിക്കുമ്പോൾ ഞാൻ സേതുവിൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്നു. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സേതുവിന് 51 വയസ്സുണ്ടോ? ഈ പ്രായത്തിലും എന്താ ഒരു സൗന്ദര്യം! സേതുവിനെ സഹായിക്കാൻ വരുന്ന ചേട്ടത്തി ഉണ്ടെങ്കിലും ചില പണികളൊക്കെ സേതു തനിയെ ചെയ്യാറുണ്ട്. സേതു എന്ത് ഭംഗിയായാണ് നീന്തുന്നത്! അമേരിക്കയിൽ പ്രായം ചെന്ന മദാമകളൊക്കെ ഇങ്ങനെ നീന്തുന്നത് കണ്ടിട്ടുണ്ട്. സേതു അവരെക്കാളുമൊക്കെ ഫ്ലെക്സിബിളാണ്. നീ കഴിക്കുന്നില്ലേ? സേതുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചിന്തകളിൽ നിന്നുണർന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ: സേതു, നമ്മുടെ തറവാട്ടിലെ കുളത്തിന് ഒരുപാട് ആഴമുണ്ടോ? സേതു: 2 ആൾ പൊക്കം കാണും. ഞാൻ: എനിക്ക് അവിടെ കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സേതു: ആഹാ, എന്നാ പോര്, എനിക്കൊരു കൂട്ടാകുമല്ലോ. നന്നായി നീന്താൻ അറിയാമല്ലോ അല്ലേ? ഞാൻ: അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. സേതു: ആ, അത് മതി. ഫോൺ റിങ് ചെയ്യുന്നു. ഞാൻ ചെന്നെടുത്തു. ഉണ്ണിത്താനാണ്. രാജു, വൈകിട്ട് വാ. എന്തിനാടാ? ഉണ്ണിത്താൻ: നല്ല നാടൻ വാറ്റ് കിട്ടിയിട്ടുണ്ടടാ. ഞാൻ: ആണോ? നീ ഉഷാറാണടാ. ഞാൻ എത്തി. ഞാൻ എൻ്റെ ഹീറോ ഹോണ്ട CD ബൈക്ക് എടുത്ത് ഉണ്ണിത്താൻ്റെ അടുത്തേക്ക് ചെന്നു. ഉണ്ണിത്താനോട് നാടൻ ചാരായം സംഘടിപ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണിത്താന് ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്കോച്ച് കൊടുത്തിരുന്നു. ഉണ്ണിത്താൻ അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തെങ്ങിൻ പൂക്കിലെ 8 വാറ്റിയ ഉഗ്രൻ സാധനം കിട്ടുമെന്ന് പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഷാപ്പിൽ തവളയിറച്ചിയും മുയലിറച്ചിയും മാമയിറച്ചിയും ഒക്കെ കിട്ടുമായിരുന്നു. ഇന്നല്ലേ ഇതിനൊക്കെ നിയമനിരോധനം വന്നത്. ഉണ്ണിത്താൻ രഹസ്യമായി കൂടെ ഒരു സാധനം കൂടെ കൊണ്ടുവന്നിരുന്നു. വെടിവെച്ചിട്ട കാട്ടുമുയലിറച്ചി. നാടൻ മുയൽ ഏതാ കാട്ടുമുയൽ ഏതാ എന്നറിയാത്ത ഞാൻ അത് വെടിയിറച്ചിയാണെന്ന് വിശ്വസിച്ച് കഴിച്ചു. ഉണ്ണിത്താൻ വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന അസൽ വെടിയിറച്ചി നാവിൽ നക്കി പൂക്കുല വാറ്റ് മോന്തി അടിച്ചു ഫിറ്റായി ഞാൻ എന്തൊക്കെയോ വിളിച്ചു കൂവി. ഉണ്ണിത്താൻ നാവ് കുഴഞ്ഞു ചോദിച്ചു: രാജൂട്ടാ, നിനക്കിനി എന്ത് വേണം മോനെ? കാട്ടുപോത്തിനെ വെടിവെക്കുന്ന ആളുകളെ എനിക്കറിയാം. അതോ പുലിയിറച്ചി വേണോ? ഞാൻ ആദ്യമായാണ് നാടൻ സാധനം അടിക്കുന്നത്. ഇത്രയും എരിവ് കൂടിയ കറിയും ആദ്യമാണ്. ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഉണ്ണിത്താൻ അടിച്ച് പാമ്പായിട്ട് ചോദിച്ചു: നീ എന്ത് തേങ്ങയാടായി പറയുന്നേ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. കശുമാങ്ങ ഇട്ട് വാറ്റിയ സാധനം നിനക്ക് ഉണ്ണിത്താൻ കൊണ്ടുവന്ന് തരും. ഞങ്ങൾ അവിടെ കിടന്ന് പൂസായി ഡാൻസ് കളിച്ചു. മദ്യപിച്ച് മതോന്മത്തനായി ഒരുപാട് വൈകി ചെന്ന എന്നെ കാത്ത് സേതു നിൽപ്പുണ്ടായിരുന്നു. എന്നെ ഒരുപാട് നേരമായിട്ട് കാണാത്തതുകൊണ്ട് ഉമ്മറപ്പടിയിൽ തന്നെ സേതു എന്നെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ബൈക്ക് സ്റ്റാൻഡിൽ പോലും വെക്കാതെ പൂസായി ഇറങ്ങി എന്നെ സേതു വന്ന് താങ്ങി പിടിച്ചു.
സ്ഥലകാലബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ലായിരുന്നു. സേതു എൻ്റെ പറ്റിയിറങ്ങാൻ മോരും വെള്ളം തന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിറ്റേന്ന് അടിച്ചതിൻ്റെ കെട്ട് വിട്ട് നിന്ന് എൻ്റെ അടുത്ത് സേതു എത്തി. ഇന്നലെ എന്തൊക്കെയായിരുന്നു മാഷയെ കാണിച്ചത്? വല്ലതും ഓർമ്മയുണ്ടോ? ഞാനില്ല എന്നർത്ഥത്തിൽ തോളു കുലുക്കി. സേതു: അതിരിക്കട്ടെ, ആരായി മാർഗരറ്റ്? ഞാൻ: എന്തുപറ്റി? മാർഗരറ്റിനെ സേതുവിന് എങ്ങനെ അറിയാം? സേതു: നീയല്ലേ ഇന്നലെ പറഞ്ഞത്? ഞാനോ? നീ എൻ്റെ കവിളിൽ പിടിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? ഓ മൈ മാർഗരറ്റ്, മൈ സ്വീറ്റ് ഡാർലിംഗ്, ഐ റിയലി മിസ് യു. ഐ കാൺറ്റ് ലിവ് വിത്തൗട്ട് യു. ഐ ലവ് യു ഡിയർ. ലെറ്റ്സ് ഹാവ് ഫൺ എന്നും പറഞ്ഞ് എൻ്റെ കവിളിൽ ഉമ്മ വെച്ചത് നീയല്ലേ? ഞാൻ: ഷോ, അതവിടുത്തെ എൻ്റെ ഫ്രണ്ടാണ് മാർഗരറ്റ്. അവിടെ എല്ലാവർക്കും ഗേൾ ഫ്രണ്ടൊക്കെ ഇല്ലേ എൻ്റെ സേതു? സേതു: എനിക്ക് തോന്നി എൻ്റെ കൊച്ചുമരുമകളാകാൻ പോകുന്ന അമേരിക്കക്കാരിയാണെന്ന്. ഷാൽവി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ പൊക്കിയെടുത്ത് ഡാൻസ് കളിക്കുമായിരുന്നു. പിന്നീട് നിന്നെ ഇവിടെ കൊണ്ടുറക്കാൻ ഞാൻ പെട്ട പാട്. ഏതാ നീ അടിച്ച സാധനം? ഞാൻ: അയ്യേ, അതിന് അവളെ ആരാ കെട്ടാൻ പോകുന്നേ? അടുത്ത വർഷം അവൾക്ക് വേറെ ബോയ് ഫ്രണ്ടിനെ കിട്ടുമ്പോൾ അവൾ എന്നെ കളഞ്ഞിട്ട് ചിലപ്പോൾ പോകും. അത് സേതു, ഞാൻ ആദ്യമായിട്ടൊരു നാടൻ ഐറ്റം കിട്ടിയപ്പോൾ എൻ്റെ തലയ്ക്ക് നന്നായി പിടിച്ചു. അതൊന്നും സാരമില്ല രാജു, 2 എണ്ണം അടിക്കുന്നവരെയാണ് എനിക്കിഷ്ടം. നിൻ്റെ മുത്തച്ഛൻ എന്തായിരുന്നു അടി? നീ അമ്മയോട് പറയണ്ട. ഇടയ്ക്ക് എനിക്കും തരുമായിരുന്നു. തെങ്ങിൻ പൂക്കിലിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വാറ്റുണ്ട്. നല്ല സ്വയംഭൻ സാധനമാണ്. ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ ആത്മഗതം: ഇന്നലെ ഉണ്ണിത്താൻ എനിക്ക് തന്ന സാധനം, അത് സേതുവും അടിച്ചിട്ടുണ്ടോ? സേതു: ഇന്നലെ അതിൻ്റെ മണമടിച്ചപ്പോൾ നിൻ്റെ മുത്തച്ഛനെ ഓർമ്മ വന്നു. എനിക്കൊന്നുകൂടെ അതൊന്ന് രുചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അമ്പമ്പോ പുളി! എൻ്റെ അമ്മയെപ്പോലെ ഒരു നാണം കുണുങ്ങി അമ്പലവാസി പെണ്ണല്ല എൻ്റെ അമ്മൂമ്മ. ഇതൊരു ഉരുക്ക് വനിതയാണ്. ഞാൻ: പിന്നെന്താ, ഞാൻ കൊണ്ടുതരാം. സേതു: എന്നാ വാ, കുളിക്കണ്ടേ? തറവാട്ട് വക നീന്തൽ കുളത്തിൽ ഞാനും സേതുവും കൂടി നീരാട്ട് തുടങ്ങി. സേതു ഒരു നേരിയതുപോലുള്ള ഉടുത്താണ് നീന്തൽ. അമ്പമ്പോ, അടുത്ത് നിന്ന് കാണുമ്പോൾ പൊളി സ്ട്രക്ചറാണ് സേതുവിൻ്റെ. ഇടയ്ക്ക് സേതു മുങ്ങാങ്കുഴിയിട്ട് വന്ന് എൻ്റെ കാലിൽ ഇക്കിളിയാക്കും. എന്നിട്ട് പൊങ്ങി വന്നിട്ട് പറയും പരൽമീനാണെന്ന്. ഞാൻ മുങ്ങുന്ന പോലെ അഭിനയിക്കും. സേതു നീന്തി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊക്കും. അപ്പോൾ ഞാനൊരു കള്ളച്ചിരി ചിരിക്കും. സേതു എൻ്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട്: ചെക്ക, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ. നിനക്ക് എന്തേലും പറ്റിയാൽ നിൻ്റെ അമ്മയോട് ഞാൻ എന്ത് സമാധാനം പറയും? എൻ്റെ സേതു കൂടെ ഉള്ളപ്പോൾ എനിക്കെന്ത് പറ്റാനാണ്? അതെ, ഒരു പ്രശ്നമുണ്ടല്ലോ സേതു. എന്താ രാജു? എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. ഞാൻ ഒഴിച്ചിട്ട് വരാം. മുള്ളാൻ നീ എങ്ങോട്ട് പോകുന്നു? ഇത്രയും വെള്ളം ഇവിടെ ഉള്ളപ്പോൾ അതിലേക്ക് തന്നെ മൂത്രം ഒഴിക്കടാ. ചീ. സേതു: അതെന്താ, അമേരിക്കക്കാർ സ്വിമ്മിംഗ് പൂളിൽ മുള്ളാറില്ലേ? എന്തായാലും ഞാൻ ആ കുളത്തിൽ കിടന്ന് കാര്യം സാധിച്ചു. അത് വെള്ളത്തിന് പെട്ടെന്ന് ചൂട് വന്നപ്പോൾ സേതുവിന് മനസ്സിലായി. ഉടനെ സേതു എനിക്ക് പേരിട്ടു കുളത്തിൽ മുള്ളി. എന്നിട്ടൊരു പൊട്ടച്ചിരി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒറ്റയ്ക്ക് ബോറടിച്ച് കഴിയുകയായിരുന്ന എൻ്റെ സുന്ദരിയായ ചെറുപ്പക്കാരി മുത്തശ്ശി എൻ്റെ വരവോടെ വിരസതയൊക്കെ മാറ്റി ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയായിരുന്നു. പിന്നീട് എൻ്റെ ഹീറോ ഹോണ്ട ബൈക്കിൽ സേതുവിനെ വെച്ച് കറങ്ങാനൊക്കെ പോയി തുടങ്ങി. നാളുകൾ കഴിയുന്തോറും സേതു കൂടുതൽ ചെറുപ്പമായി വരുന്നത് പോലെ തോന്നി. സൗന്ദര്യം കൂടിക്കൂടി വരുന്നതായും. അങ്ങനെ ചില്ലായിട്ട് പോകുന്നതിനിടയിൽ എനിക്ക് സേതു എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന നിലയിലൊക്കെ തോന്നി. ഉണ്ണിത്താൻ തന്ന വിലാസിനി ടീച്ചറുടെയും ഗോപുവിൻ്റെയും പുസ്തകം ഞാൻ തിരികെ കൊടുക്കാതെ എൻ്റെ കയ്യിൽ വെച്ചു. അതിലെ വിലാസിനി ടീച്ചറുടെ ചിത്രത്തിൽ ആരോ മാർക്കിട്ട് ഞാൻ സേതുലക്ഷ്മി എന്ന് എഴുതി വെച്ച് ഗോപുവിൻ്റെ ചിത്രത്തിൽ എൻ്റെ പേരും. ഒരു ദിവസം ഞാൻ കുളിക്കടവിൻ്റെ പടവുകളിൽ ഇരിക്കുന്ന നേരം
കുളത്തിൽ നോക്കുമ്പോൾ സേതുവാണ് മനസ്സിൽ. സേതുവിനെ എനിക്ക് വേണം. പക്ഷേ എങ്ങനെ? രക്തബന്ധമല്ല എന്നുള്ള കാര്യം അറിയാമെങ്കിലും അമ്മയുടെ വളർത്തമ്മയാണ്. അല്ല, സ്വന്തം അമ്മ തന്നെ. ദത്തെടുത്ത് വളർത്തിയതാണെങ്കിലും സ്വന്തം മോളെപ്പോലെ തന്നെയാണ് സേതു അമ്മയെ വളർത്തിയത്. എന്നിൽ കുറ്റബോധം ഇടയ്ക്ക് വരുന്നുണ്ട്. തിരികെ റൂമിലേക്ക് ചെന്ന് ഞാൻ കതക് തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. അകത്ത് കയറിയ ഞാൻ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട ബുക്കുമായി നിൽക്കുന്ന സേതുവിനെയാണ്. ഞാൻ പേരെഴുതി ചേർത്ത പേജാണ് തുറന്നു വെച്ചിരിക്കുന്നത്. സേതുവിൻ്റെ മുഖത്ത് വേറൊരു ഭാവം, ഗൗരവമാണ്. എന്നെ കണ്ടതും സേതു, രാജു എന്താ ഇതൊക്കെ എന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതായിരുന്നോ നിൻ്റെ ഉള്ളിലിരിപ്പ്? മീര എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് രാജു എന്ന് വിളിച്ചപ്പോഴാണ് ഓർമ്മകളിൽ നൂണ്ടുപോയ ഞാൻ ഞങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള വിമാനത്തിൻ്റെ ചക്രം റൺവേയിൽ മുട്ടി ഉരസിയപ്പോഴുള്ള ശബ്ദത്തിലും ചെറിയ കുലുക്കത്തിലും ഞെട്ടി ഉണർന്നത്. മീരയ്ക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ചെറിയൊരു പേടിയുണ്ട്. അങ്ങനെ മലേഷ്യൻ കര എത്തി. എയർപോർട്ടിലെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ഞാൻ മീരയോടായി ചോദിച്ചു, ആ പയ്യൻ എവിടെ? ചോദിച്ചു തീരലും അഭി നടന്നു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഭി, ടാക്സി വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ പോര്. മലേഷ്യ എത്തി എന്ന് അമ്മമ്മയെ വിളിച്ചറിയിച്ചോ? അവൻ ഉമ്മെന്ന് മൂളി. ഞങ്ങളുടെ കൂടെയുള്ള യാത്ര അവന് സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. അവൻ വീണ്ടും മുളി കണ്ടിട്ട് മീരയെ നോക്കുകയാണ്. മീരയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ ചെറിയൊരു ചിരി പാസാക്കി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലെത്തി. ലോബിയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അഭിയുടെ റൂം ഞങ്ങളുടെ ഫ്ലോറിൻ്റെ താഴെയുള്ള ഫ്ലോറിലാണ്. റൂമിലെത്തിയതും മീര ഒന്ന് ഫ്രഷാകാൻ കയറി. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. മീരയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഈ യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ഞാൻ കരുതിയൊരു സാധനമുണ്ട്. സേതുവിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്ന നീല നിറത്തിൽ പൂക്കളുള്ള ഷിഫോൺ സാരി. എൻ്റെ ഇത്രയും നാളത്തെ പരാക്രമങ്ങൾക്കിടയിൽ ഞാൻ ഇതിങ്ങനെ കൊണ്ടു നടന്നിട്ടില്ല. പക്ഷേ മീരയെ കണ്ടപ്പോൾ എടുത്തു. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മീരയും സേതുവും കട്ടയ്ക്ക് നിൽക്കും. അന്നത്തെ കാലത്ത് നടി ശ്രീദേവിക്കും ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സാരി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഇഷ്ടം വന്ന സേതു അതുപോലെ ഒന്ന് വാങ്ങുകയായിരുന്നു. ഇതൊന്ന് മീരയെ ഉടുപ്പിക്കണം, അതാ എൻ്റെ ആഗ്രഹം. അന്ന് എൻ്റെ അടുത്ത് പുസ്തകം പിടിച്ചു നിന്നപ്പോൾ ഈ സാരിയാണ് സേതു ഉടുത്തിരുന്നത്. ഞാൻ വീണ്ടും ഓർമ്മകളിലേക്ക് വഴുതി വീണു. സേതുവിൻ്റെ കയ്യിലെ ബുക്കിലുള്ള ചിത്രം നോക്കി സേതു അരിശം പൂണ്ട് ഓരോന്ന് ചോദിക്കുകയാണ്. ഞാൻ കുറ്റബോധത്തോടെ നിലത്തേക്ക് നോക്കി നിന്നു. എനിക്കറിയില്ല സേതു, എന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കുന്നതെന്ന്. ഇനി ആവർത്തിക്കില്ല. എൻ്റെ ആ നിൽപ്പൊക്കെ കണ്ട് സേതുവിനും എന്തോ അലിവ് തോന്നി. നീ ഇനി ഇതൊന്നും കയ്യിൽ വെക്കേണ്ട. അത് നശിപ്പിച്ചു കളയാനായി സേതു കൊണ്ടുപോയി. അത് സൂക്ഷിച്ച് ആരും കാണാത്ത സ്ഥലത്ത് വെക്കാതിരുന്നതിൽ ഞാൻ എന്നെ തന്നെ ശപിച്ചു. സേതുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ അടങ്ങിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് ഉണ്ണിത്താൻ കൊണ്ടുതന്ന പുതിയ വാറ്റ് മൂക്കറ്റം കുടിച്ച് ഞാൻ ബൂസായി പാതിരാത്രി കയറി ചെന്നു. എന്നെ കാണാത്ത കൊണ്ട് സേതു പേടിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. സേതു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എടാ രാജു. ഞാൻ അപ്പോഴും സ്വബോധം വീണ്ടെടുത്തിട്ടില്ല. സേതു ഒരിക്കൽ കൂടി വിളിച്ചു നല്ല ശബ്ദത്തിൽ, എടാ. അത് കേട്ടപ്പോഴായിരുന്നു എനിക്ക് ബോധോദയം ഉദിച്ചത്. മുഖത്ത് നിറയെ വെള്ളം. ഞാൻ പരിങ്ങി ചോദിച്ചു, എന്താ സേതു? നീ എന്താ ഈ കാണിക്കുന്നതൊക്കെ? എന്ത് കാണിക്കാൻ? ഞാൻ വിക്കി ചോദിച്ചു. അതാ എനിക്കും അറിയേണ്ടത്, സേതു പറഞ്ഞു. വീണ്ടും മൂക്കറ്റം കുടിച്ചു. കുറച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു.
ഞാൻ സേതുവിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ്. നീ എന്താ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നേ? എൻ്റെ ദേഹത്ത് വല്ലതും ഉണ്ടായിരുന്നോ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. സേതു പതിയെ ഒന്ന് മൂളി. നിന്റെ ചരക്ക് ബോഡി ഞാനൊന്ന് നോക്കിയതാടി, ഞാൻ മനസ്സിൽ പറഞ്ഞു. എനിക്ക് ചെറിയൊരു പുഞ്ചിരിയും വന്നു. ഇതാ നിന്റെ ബുക്ക്, ഞാൻ കത്തിച്ചില്ല. ഇതൊക്കെ വായിക്കുന്നതുകൊണ്ടാ വേണ്ടാത്ത തോന്നലുണ്ടാവുന്നേ. ഞാൻ അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് സേതു ഭയങ്കര ജീവനാ. ഈ കുടിക്കുന്ന വാറ്റിനേക്കാൾ ലഹരിയാണ് എനിക്ക് സേതു. ഷോ, ഈ ചെക്കൻ എന്തൊക്കെയായി പറയുന്നേ? അപ്പോൾ മാർഗ്രറ്റിൻ്റെ കാര്യമോ? മാർഗ്രറ്റൊക്കെ സേതുവിൻ്റെ ഈ സൗന്ദര്യത്തിന് മുൻപിൽ സല്യൂട്ടടിച്ച് നിൽക്കും. എനിക്ക് സേതുവിനെ മതി. നിനക്കത്ര ഇഷ്ടമാണോ എന്നെ? ഒരുപാട്. ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ പ്ലീസ് എന്ന് പറഞ്ഞ് സേതുവിനെ കെട്ടിപ്പിടിച്ചു. എന്താ ഈ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് സേതു കുതറി മാറാൻ ശ്രമിച്ചു. എങ്കിലും ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പൊടി മീശയും താടി രോമങ്ങളും സേതുവിൻ്റെ കഴുത്തിനെ ഉരസിക്കൊണ്ടിരുന്നു. കുതറി മാറാൻ ശ്രമിക്കുന്ന സേതുവിൻ്റെ ആ എതിർപ്പിൻ്റെ സ്വരം അടങ്ങി വരുന്നതായി എനിക്ക് തോന്നി. സേതുവിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ രീതി ക്രമാതീതമായി ഉയരുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. സേതു വല്ലാതെ വിയർത്തു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് മീര പുറത്തേക്കിറങ്ങി. ഡോർ തുറന്ന ശബ്ദം കേട്ട് ഞാൻ ചെറുതായി ഒന്ന് ഞെട്ടി. അവൾ ഒരു ബാത്ത് ടവൽ മാത്രം ചുറ്റിയാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അകത്ത് ബാത്ത് ടബുണ്ട്. അവിടെ കിടന്ന് വിസ്തരിച്ച് കുളിച്ചതിന് ശേഷം ബാത്ത് സോപ്പിൻ്റെ പരിമളം മുറിയാകെ പരത്തിയുള്ള നിൽപ്പാണ്. മുടിയൊക്കെ അഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പ്രത്യേക ഭംഗി. വലിയ കനമൊന്നുമില്ലാത്ത ഒരു സ്വർണ്ണ ചെയിൻ അവളുടെ കഴുത്തിൽ കിടപ്പുണ്ട്. അവളുടെ ആ മെലിഞ്ഞു നീണ്ട ഭംഗിയുള്ള കഴുത്തിന് ചേരുന്ന സ്വർണ്ണ ചെയിനാണ്. എൻ്റെ കയ്യിലിരുന്ന സാരി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാജു, ഇതാരുടേതാ? ഇത് ഓൾഡ് ഫാഷൻ ആണല്ലോ. ഞാൻ, മീരയെ ഇതൊടുത്ത് കാണാനൊരാഗ്രഹം, ഇതൊന്നുടുക്കാമോ? മീര, പിന്നെന്താ, ഇനി ഒരാഴ്ച രാജു പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കണമല്ലോ. എന്നാൽ ഞാനൊന്ന് ഫ്രഷായി വരാം. ഞാൻ ഫ്രഷായി കഴിഞ്ഞ് റൂമിലിറങ്ങിയപ്പോൾ മീര ആ സാരി അണിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. സേതു അല്ലാതെ ഈ സാരി ഉടുക്കുന്ന വേറൊരു പെണ്ണ് ഇവളാണ്. ആ സാരിയിൽ നടന്നിരുന്ന സേതു എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഈ പീക്കിരി പെണ്ണ് അന്ന് ജനിച്ചിട്ട് കൂടിയില്ല. എന്തിനേറെ പറയുന്നു, ഇവളുടെ അമ്മ പോലും അന്ന് ചിലപ്പോൾ വയസ്സറിയിച്ചിട്ടുണ്ടാവില്ല. എങ്ങനുണ്ട്, കൊള്ളാമോ? മുല്ലപ്പൂ മുട്ടുപോലുള്ള അവളുടെ പല്ലുകൾ ഇളിച്ചുകൊണ്ട് കൊഞ്ചിക്കൊണ്ടുള്ള ചോദ്യം കേട്ട് ഞാൻ അവളെ അടിമുടി ഒന്ന് നോക്കി. അന്ന് ആദ്യമായി സേതുവിനെ കെട്ടിപ്പിടിച്ച രംഗങ്ങളും മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം പതിവ് പോലെ നമ്മളുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും അത് കേൾക്കുക. വിത്ത് ലവ്, അലീന ആൻസി.